കേൾക്കാൻ. നീ സമാനപ്പെടും. ഒരു 5 മിനിറ്റ് നിൽക്കി 250 രൂപ. അവിടെ പോകും. 250 രൂപ. കോഴിക്കോടൻ വരാലേ 250 രൂപ. നമ്മളെ അപ്പം ഇങ്ങോട്ട് വരുമ്പം ഇങ്ങോട്ട് വന്നപ്പം കിട്ടിയ വാള ഇപ്പം കാണിച്ചത് 3, 4, 5 5ൻ്റെ അപ്പുറമാണ് കിടക്കുന്ന 6 എണ്ണം. 6 അത് 6 എണ്ണം നമുക്ക് കിട്ടിയത് കേട്ടോ. കാലിൻ്റെ അടി കിടക്കും. ആ അതെ ഇവിടെ കിടക്കും കണ്ടോ. അതുകൂടാതെ നമ്മളത് ഇതിൻ്റെ അകത്ത് ചേർമീനുണ്ട് കേട്ടോ. അപ്പം വീഡിയോകളൊന്ന് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പാപ്പി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളെ സുഹൃത്തുക്കളോടൊക്കെ ഒന്ന് പറയുക, എന്നെ പോലെ ഒരു ചാനലുണ്ട്, അപ്പം പുള്ളിയുടെ പരിപാടി ഒന്ന് കാണാൻ പറയുക. അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ പറയണം, ആത്മാർത്ഥമായിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യും. അത് നമ്മൾ ആത്മാർത്ഥമായിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത്. അതൊക്കെ ഒരു കള്ളവോ ചതിയിൽ വഞ്ചനയില്ലെന്ന് പറഞ്ഞാൽ ഒരു ചതിയോ വഞ്ചനയോ ഒന്നുമില്ലാതെ തന്നെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഒരു ദിവസം 2 വീഡിയോ വീതം വരും. കായലൊക്കെ പറ്റിയതുകൊണ്ടാണ്. കാരണം നമ്മൾ ഒരു ദിവസം പോയാൽ ചിലപ്പോൾ 5 വല 6 വലയൊക്കെ വെക്കും. നമ്മൾ വലിയ കുഴി വല്ല ഒതുക്കുവാണെങ്കിൽ നമുക്ക് ഒരു വല പരിപാടി നടക്കുള്ളൂ. ഇല്ലെങ്കിൽ 5 വല 6 വലയൊക്കെ പണി നടക്കും. അപ്പം നമ്മളത് ചിലപ്പം 2 or 3 വീഡിയോ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. അപ്പം ഒരു ദിവസം നമ്മൾ 2 വീഡിയോ ചിലപ്പം അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം പാപ്പയുടെ ഒരു വീഡിയോ എന്ന് വന്ന് ഇനിയിപ്പോൾ നാളെയല്ലോ ഉള്ളല്ലോ എന്ന് കരുതരുത്. അപ്പോൾ ഒന്ന് നോക്കുക, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. വിലയേറിയ നിർദ്ദേശങ്ങൾക്ക് റിപ്ലൈ തരാനായിട്ട് ഒരുപാട് വൈകുന്നുണ്ട് അറിയാം. കാരണം അപ്പാപ്പി തന്നെ എല്ലാ കാര്യവും ചെയ്യണം. കാരണം നമ്മുടെ ആ ഒരു ഫോണിൻ്റെ അകത്തുള്ള പരിപാടിയാണ്. എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ഇതിനിടയ്ക്ക് കോളൊക്കെ വരാൻ നേരത്ത് നമ്മൾ അതും അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് സമയം കിട്ടുന്നില്ല സത്യം പറഞ്ഞ്. എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് മെസ്സേജും കൂടി ഇടാനായിട്ട് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടായിട്ടാണ് മെസ്സേജ് പുറകെ ആയാലും അപ്പാപ്പി അത് ചെയ്യും. ആർക്കും മെസ്സേജിന് റിപ്ലൈ തരാതെ തന്നെ ആരും പരിഭവപ്പെടരുത്. അപ്പോൾ ഞങ്ങളിനിപ്പോൾ നേരെ ഇറങ്ങാൻ പോണ വേമ്പനാട്ട് കായലിലേക്ക്. വേമ്പനാട്ട് കായൽ ഈ സമയത്തൊക്കെ നല്ല ഓളമാണ്. അതിൻ്റെ ഇടയ്ക്കും ഈ ചെറിയ സ്പീഡ് ലാഞ്ച് ഓടാൻ നേരം ഈ മോട്ടർ നടത്തുമ്പോഴേ ചെറിയ മീനൊക്കെ അകത്തുനിന്ന് ഇങ്ങോട്ടും വരും. ഇവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് കേട്ടോ. എല്ലാം മത്സ്യത്തൊഴിലാളിയാണ്. ഡെയിലി ഒരു ദിവസം 3 കിലോ വീതം ഒരെണ്ണം പിടിക്കുന്നു. അവരൊരു ദിവസം 3 കിലോ വീതം പിടിക്കും. നമ്മളൊക്കെ ചില ദിവസം പോയാൽ നമുക്ക് 3 കിലോ പോയിട്ട് 300 ഗ്രാം കിട്ടത്തില്ല നമ്മൾ. അവർ ഡെയിലി 3 കിലോ വീതം മേടിച്ച് തിന്നേക്കും. അപ്പം അപ്പാപ്പി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അപ്പാപ്പിക്ക് മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമൻ്റ് ഇടാനോ അതിനുള്ള സൗകര്യമൊക്കെ നമുക്ക് ആകണമെങ്കിൽ നിങ്ങളൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഹൗസ് ബോട്ട് എന്ന് പറയുന്നതിൽ അപ്പുറം മാർത്തണ്ട കേട്ടോ. നിങ്ങൾ അത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഈ ഹൗസ് ബോട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ പറ്റുന്ന സ്ഥലം ഇവിടം വരെ ഉള്ളു കേട്ടോ. ഇവിടം വരെ വരത്തുള്ളൂ. അതായത് ഇത് മാർത്താണ്ട, ഇത് സി ബ്ലോക്ക്. ഈ സി ബ്ലോക്ക് ഒന്ന് കറയപ്പോൾ ഈ മാർത്താണ്ടയുടെ ചുറ്റിനും ഒന്ന് കറങ്ങും, ഇത്രേ ഉള്ളൂ. ഇവിടുന്ന് കിഴക്കോട്ട് പോകുന്നത് കുമരകം സൈഡിൽ നിന്ന് വരുന്ന ഹൗസ് ബോട്ടാണ്. ഇവിടുന്ന് കിഴക്കോട്ടുള്ള റൂട്ട് കുമരകം സൈഡിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ഒക്കെ കാണണമെങ്കിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഹൗസ് ബോട്ടൊക്കെ വേമ്പനാട്ട് കായൽ കുമരകം ബോട്ടും വരും. പക്ഷേ ഇതിൻ്റെ ഉള്ള ഏരിയയിലേക്കൊക്കെ കയറി ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഉള്ള ഏരിയയിലേക്കൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ചില ബോട്ടുകളെ പോകത്തുള്ളൂ കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം നമ്മൾ ഇന്ന് മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വന്ന കേട്ടോ. അപ്പം നമുക്ക് മീനൊന്ന് ശകലം കൂടുതലുണ്ട്. നമുക്ക് ചേർമീൻ നമ്മൾ വലയിട്ട് മൂടി വെച്ചിരിക്കുക കേട്ടോ. അവിടെ മൂടി വെച്ചിരിക്കുക.
അവിടെ നമ്മൾ മൂടിയിട്ടില്ല. പിന്നെ നമ്മുടെ വരാല് വരാല് ഇതും വരാല് ഈ കലത്തിൽ വരാല്, ആ കലത്തിലും വരാല്. പിന്നെ വാള കിടക്കുന്നു. എല്ലാവരും അപ്പാപ്പയുടെ കൂടെ ഒന്ന് കൂടിക്കോണം കേട്ടോ. നല്ല നല്ല വീഡിയോസുകൾ കാണാം, നല്ല നല്ല വീഡിയോസുകൾ കാണാമെന്നല്ല. അപ്പാപ്പി പോയി ഒരു ചാലിപ്പോയി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വല വെക്കുന്ന വീഡിയോ എന്തെങ്കിലും കണ്ട് കാണും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കരക്കോട്ട് കയറാൻ വന്നപ്പോൾ ഒരു ടീമൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു, അച്ചായനൊക്കെ. അവർ 3-4 പേര്. അതുപോലെ അവർ 2 പേര് നമ്മുടെ സബ്സ്ക്രൈബറാണ് അവർ. അപ്പം അവർ ലാസ്റ്റ് ടൈമിനാണ് വന്നത്. നമ്മൾ ആ ലാസ്റ്റ് നമ്മൾ വല വെച്ച ലാസ്റ്റ് വലയ്ക്ക് നമുക്ക് ഒരു തരം മീനുണ്ടായിരുന്നു. ആ സമയത്താണ് അവർ വന്നത്. അവർ വന്ന ആ സമയത്തെന്ന് പറയുന്നത് അവർക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അവർക്ക് ഒരു ചേർമീൻ, കുറച്ച് കാരി, കുറച്ച് ചെമ്പല്ലി, പിന്നെ ഒരു വരാല്. അതാണ് ഞാൻ കണ്ടത് കേട്ടോ, ഞാൻ കണ്ടത്. അവർക്ക് നമ്മൾ നോക്കിയ മോട്ടർ അറിയുന്ന കിട്ടിയ അതാ. അപ്പം അവർ വേറെ ഏതോ പാടത്തായിരുന്നു, വേറെ ഏതോ പാടത്ത് നിന്ന് മീൻ കിട്ടിക്കാണും അവർക്ക്. അപ്പം രാവിലെ തന്നെ അവർ ഈ പാടത്തായിരുന്നെങ്കിൽ ഇപ്പം അപ്പാപ്പിക്കൊക്കെ കിട്ടിയ ഇതേ സെയിം മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് മൊത്തം 80 കിലോ 80 കിലോ മീൻ അടുത്ത് നമുക്കുണ്ട്. അപ്പം രാവിലെ അവരാണ് ആ മോട്ടർ അറയിൽ ആദ്യം വരുന്നതെങ്കിൽ ഈ മീനെല്ലാം അവർക്ക് ഇരുന്നേനെ. അപ്പോൾ അപ്പാപ്പിക്കൊക്കെ ഒന്നും കാണത്തില്ലായിരുന്നു. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോണ്ട് പോയേനെ എന്നുള്ളൂ. അപ്പം നമ്മുടെ മീൻ പിടുത്തത്തിലല്ല കാര്യം, മീൻ മുങ്ങിപ്പിടിക്കുന്നത്. ഇപ്പോൾ ഒരു രണ്ടാൾ വെള്ളമായി. ഈ 2 വെള്ളമെന്ന് ഉദ്ദേശിക്കുന്ന 10 അടി താഴ്ച കേട്ടാ. ഒരാണെന്ന് പറയുമ്പോൾ 5 അടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിലുള്ള മനുഷ്യരുടെ പൊക്കം അനുസരിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു 15 അടി താഴ്ച ഇല്ലെങ്കിൽ 20 അടി താഴ്ചയിലും പോയി മുങ്ങി ചേർമീനെങ്കിൽ ചേർമീൻ, വരാലെങ്കിൽ വരാൽ, അത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വരും. അപ്പം അങ്ങനെ മുങ്ങി പിടിച്ചുകൊണ്ട് വരുന്നവരൊന്നും മെയിൻ ടീമായിട്ട് ആരും കാണരുത്. അങ്ങനല്ല, മീൻ ഉള്ള സ്ഥലത്ത് സമയത്ത് കൃത്യമായിട്ട് ആരവിടെ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ, അവത്തേൽ മുങ്ങി മീൻ പിടിക്കാൻ അറിയാവുന്നവനാണോ, ഒരു വരാൽ കയ്യെ മുട്ടിയാൽ പിടിക്കാൻ അറിയാവുന്നവനാണോ, അങ്ങനെയുള്ളതല്ല. മീനുള്ള ചാലിൽ ആര് എന്ന് ആദ്യം വല വെക്കുന്നു, അവന് മീൻ കിട്ടും. അതറിയാവുന്നവരായാലും അറിയാൻ മേലാത്തവരും. അപ്പോൾ ഈ മീൻ കൂടുതൽ കിട്ടുന്ന ഒത്തേലോ കുറവ് കിട്ടുന്ന ഒത്തേലോ ഒരു കാര്യമില്ല. ഒരു ടീമിനിപ്പം കൂടുതൽ കിട്ടാം, ഒരു ടീമിന് കുറവ് കിട്ടാം. ഞാൻ അത് പറഞ്ഞതിൻ്റെ അത് ഈ ചിലവർ കാണുമ്പം ഇതിൻ്റെ ഈ മീൻപിടുത്തത്തിനെ കുറിച്ച് അത്ര വശങ്ങളെക്കുറിച്ച് അത്ര അറിയാൻ മേലാത്ത അവരുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യമാണ്, മീൻ കുറവ് കൊണ്ടുവന്നവർ മോശക്കാരല്ല, മീൻ കുറവ് കൊണ്ടുവരുന്നവർ മോശക്കാരല്ല, മീൻ കൂടുതൽ കൊണ്ടുവന്നവരും ഭയങ്കര ടീമല്ല. ആ സമയത്ത് അവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റി. അതാണ് ആ മീനിൻ്റെ കാര്യത്തിലുള്ള കുഴപ്പം. നമ്മളിപ്പോൾ ഈ പണ്ടുള്ള ആൾക്കാർ ഇതിനു മുന്നേ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പണ്ടുള്ള ഈ പ്രായമുള്ളവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ മീൻ കിട്ടാനും 2 തല്ല് കിട്ടാനും ഒരുപാട് സമയം വേണ്ടതാണ്. മീൻ കിട്ടാൻ ചില പാട് തന്നെയാണ്. മീനുള്ള സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് എത്തിപ്പെടണം. പക്ഷേ തല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പെടുമൊന്നും വേണ്ട. ഇപ്പോൾ ഈ ഇരിപ്പിന് ഇവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ മേടിക്കാം. അതാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞങ്ങൾ പള്ളാത്തുരുത്തിക്ക് പോകട്ടെ. അപ്പം നമ്മുടെ ചേർമീനെന്ന് നമ്മുടെ ബഷീറിക്ക, ഞങ്ങളുടെ സ്വന്തം മുതലാളി, ഞങ്ങളുടെ യഥാർത്ഥ മുതലാളി ബഷീറിക്കയാണ് എൻ്റെ അച്ഛൻ അപ്പൂപ്പൻ മാരുടെ കാലം മുതൽ അവരുടെ മീൻ എടുത്തുകൊണ്ടിരിക്കുന്ന ബഷീറിക്ക കേട്ടോ. അപ്പം ബഷീറിക്കാനാണ് നമ്മളപ്പം വിളിക്കാൻ പോകുന്നത്. അപ്പം ബഷീറിക്കയ്ക്ക് ചേർമീൻ ബഷീറിക്കയൊക്കെ ഉണ്ട്. അപ്പം വരാലിക്ക കൊണ്ടുപോകുമെന്നറിയാമല്ല, എന്നാലും വരാലിനെ വിളിക്കണം. പോരാത്തത് നമുക്ക് റോഡേ വിൽക്കേണ്ടി വരും. നമ്മൾ പള്ളാത്തുരുത്തി ആയി കേട്ടോ, പള്ളാത്തുരുത്തി പാലമായി. നമ്മുടെ സഹോദര ശ്രീകുമാറിലെ മീനും കൊണ്ട് പോണു കേട്ടോ. നമ്മുടെ സഹോദരനല്ലേ മീനും കൊണ്ട് പോണല്ലേ. നമ്മളെ ബഷീറിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ.
ഇതില്ല ആ പടിയിലേക്ക് ആ പടിയിലേക്ക് ഊറ്റ വെള്ളം ഊറ്റിക്കളണം. ഈ പരപ്പുള്ളതുകൊണ്ട് എവിടെ ബഷീറിക്കാൻ വന്നു. ആദ്യം ബഷീറിക്കാണ് മീനെടുത്ത് വിടും. ഇതൊരു 20 കിലോ ആണ്. ഇതൊരു 20 കാണും. സാറേ ഡ്യൂട്ടിയും കഴിഞ്ഞിറങ്ങിയതാണോ? നമ്മളെ സഹോദരനാണ് കേട്ടോ. അപ്പാ മതിയാവും വരാനിടിക്കുക ആ തടവല വലിച്ച് ഇറക്കിക്കട. ആ പോലെ കൂടെ തട്ടി മാറ്റി. നമ്മളെ വാള വന്ന് വാള നമ്മുടെ ചേർമിനാണ്ടത് ഇവിടെ കിടപ്പുണ്ട്. അപ്പന അവിടെ ഒന്ന് മടിയിലൊന്ന് വെച്ചു. ആ വരുന്ന് തല വിരിച്ചിട്ടേ ഉള്ളൂ. അത് മൂടി വെച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ കാക്ക ഇതിന്റെ എല്ലാം ഇത് നല്ല ചെരുപ്പുണ്ടാവാലേ കേട്ടെ. ഈ വിലയില്ല. അതെ ഫ്രണ്ട് ഒരെണ്ണമുണ്ട്. ഇല്ല അങ്ങ് അറ്റം ചേർന്ന് കിടക്കാടാ ശങ്കര. ഇത് അങ്ങ് അറ്റം ചേർന്ന് കിടക്കാം. ഇല്ലല്ലോ ഇത് കൂട്ടിപ്പിടിക്കപ്പോ ഇത്രയും കൂട്ടിപ്പിടിക്കാൻ അങ്ങോട്ട് കിടത്തി ആ ചെരുപ്പ് ആ അതിങ്ങെടുത്ത് നടക്കാൻ പറഞ്ഞു. ഇക്കേനായി നോക്കി കിടക്കണം. ഞാൻ ഇക്കയുടെ കാര്യം പറയുവായിരുന്നു. നിങ്ങൾ 20 പറഞ്ഞു. അത് കൂട്ടിക്കണം. അല്ലേ 27
ഇതാണ് കേട്ടാ അപ്പാപ്പി പറഞ്ഞ ബഷീറിക്ക. ഇതാണ് നമ്മുടെ ഇക്ക. ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥ മലയാളി. കാരണം നമുക്ക് ഇവിടെ നിന്ന് 3 വള്ളം ഇവിടുന്ന് വള്ളത്തിൽ പാലത്തിനടിയിൽ നിന്ന് 3-4 വള്ളം പോകുന്നുണ്ട്. ആ മീൻ മൊത്തവും ഭക്ഷണങ്ങൾക്ക് മുമ്പേ തൊട്ട് എടുക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യനാണ് ഇയാൾ. അത് ഇക്ക ഇപ്പം നമുക്കിപ്പോൾ ഒരു ടീമിനിപ്പം മീൻ കൂടുതൽ കിട്ടുക ഞങ്ങൾ അത് എവിടെയെങ്കിലും മറിക്കും. കാരണം നമ്മുടെ ഇവിടെ കിടക്കുന്ന ടീമും മറ്റേ ടീം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മീൻ കിട്ടിയ സ്ഥലത്ത് നാളെ അവരായിരിക്കും ആദ്യം ചെല്ലുന്നത്. അതുകൊണ്ട് ഇക്കയ്ക്ക് മീൻ കിട്ടാറില്ല. കാരണം മത്സരമായതുകൊണ്ട് 4 വെള്ളത്തിലെ മീൻ ഇക്കയ്ക്ക് വരാത്തതുകൊണ്ടാണ് ഇക്ക സ്ഥിരമായിട്ട് എടുക്കാൻ നിൽക്കാതെ. കാരണം ഇക്കയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോകാനുള്ള മീൻ കിട്ടുന്നില്ല. അതല്ലേ ഇക്ക സത്യം അല്ലേ? അതിപ്പം അപ്പാപ്പിക്കൊക്കെ ആണെന്ന് പറഞ്ഞാലും കേട്ടോ ഇച്ചിരി മീൻ കിട്ടിയാൽ നമ്മൾ അവിടെ കൊടുക്കും. കാരണം ഇവിടെയുള്ള വള്ളക്കാരെ അറിയരുത്. കാരണം അറിഞ്ഞാൽ നമുക്ക് എവിടുന്നാ മീൻ നമ്മൾ ഏതെങ്കിലും മീൻ കൊണ്ടുപോകുന്നത് അത് ഇന്ന പാടത്തു നിന്നാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. നമുക്ക് 29 കിലോ ചേർമ ഉണ്ടായിരുന്നു കേട്ടോ. 29 കിലോ പറഞ്ഞാൽ കൊട്ട ഉൾപ്പെടെയാണ്. അപ്പം മിക്ക കൊട്ട ഉൾപ്പെടെയൊക്കെ അപ്പം 26 കിലോ കുട്ടിയുള്ളൂ കേട്ടോ. 26 കിലോ ചേറുമീൻ. നമുക്ക് പാളയും ചേറുമീനും എല്ലാം അവിടെ നിൽക്കുക. എവിടെ പോണേ ചേച്ചി? ആഹാ നമ്മളെ ചേറുമീൻ ഇപ്പം കൊടുത്തു കേട്ടോ. ചേറുമീൻ 5800 രൂപ മീനുണ്ടായിരുന്നു അല്ലേ? അത് നമ്മളിപ്പം കൊടുത്തു. അപ്പം നമ്മളെ സഹോദരൻ പറഞ്ഞു പട്ടം ചാടി പണിമുടക്കൊണ്ടാക്കല്ലേ. നമ്മുടെ സഹോദരൻ്റെ പറയാനും സഹോദരൻ്റെ തട്ടടി പൊളിയെ പിടിച്ചിരിക്കും. നമുക്ക് വന്ന റോഡിലെ കച്ചവടം ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ പറയുന്നു. നമ്മൾ റോഡെ മീനിടുക കേട്ടോ. കാരണം വേറെ മാർഗമില്ല. ഇപ്പം റോഡെ വിട്ടേക്കാൻ വേണ്ടിയാണ്. എടാ അതിട്ടേ ആ കൊച്ചുകലം വരാനും എടുത്തോണേ. ത്രാശ് നമ്മൾ മറ്റേ തൂക്കുന്ന മതിയില്ലോ. ശ്രീമാണ്ടലുണ്ട് ത്രാശ്. ശങ്കറേ എടി ആ കറുപ്പ് വിരി ഒന്ന് മടക്കി ഇങ്ങോട്ട് ഇട്ടേ. ഇതിന്റെ മേലോട്ട് വെച്ചു. ഇങ്ങോട്ട് ഇപ്പറ വെക്കാം. അവിടെ വെക്കണ്ട. ആ വിടി. നമ്മുടെ വാള അവർക്ക് എല്ലാവർക്കും വരാലാച്ചേ. അത് മടക്കി ഇങ്ങെടുത്തു. വാള വിളിച്ചോ കേട്ടാ. കിടുക്കം വാള കിറ്റ് തരാം. എങ്ങനെ അവിടെ വണ്ടിക്കകത്ത് കിറ്റ്. നമ്മളെ ആ 2 വാള കേട്ടോ. ആ 2 വാള നമ്മൾ 250 കൊടുക്കുക കേട്ടോ. ആ 2 വാള. എടാ അത് രണ്ടും കൂടെ ഒന്നിച്ച് തൂങ്ങുമോ എന്നുള്ള കാര്യം ഒന്ന് നോക്കണേ. ഇത് എല്ലാം നോക്കിക്കടാ പിടിച്ചാണ്. చెప్పండి ഇതിന്റെ മൂപ്പന കാശിന്റെ ആള് മൂപ്പന.
അത് അവന്റെ ആ അവിടെ വെക്കാൻ അറിയാലോ. പിന്നെ ആ വര തന്നെ അങ്ങ് എടുത്ത് കളയാം. അപ്പാ പറപ്പുറം കിടക്കാറുണ്ട് ഇത് വരാൻ നമ്മുടെ ഈ ഒരു വരാല് ആര മുപ്പല്ലിക്ക് കുത്തിയതാണ്. മുപ്പല്ലിക്ക് കുത്തിയ വരാലാണ്. അത് നമ്മളില്ല അപ്പുറത്തോട്ട് ക്യാമറ ഓഫ് ചെയ്ത് ചെറിയാണെങ്കിൽ അവിടെ ക്യാമറ ഓഫ് ചെയ്താണ്. ഹൈലൈറ്റ് വാ. ഇവിടുന്ന് വിളിച്ചോ കേട്ടാ. 300 രൂപ ഉള്ളു 1 kg. അവിടെ ഇല്ല. വാ ഇല്ല. നമ്മളെ കേട്ടാ നമ്മള് ഈ വരാല് ജീവനുള്ള 250-നും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാലേ 3 ടീമിനും മീനുണ്ട് കേട്ടോ. നമ്മളെ സഹോദരനൊക്കെ മീനുണ്ട്, അപ്പുറം അവർക്ക് മീനുണ്ട്, ഇവിടെ മീനുണ്ട്. അപ്പം ഇന്ന് 250 അടിക്കുക, കാരണം എല്ലാവർക്കും മീനുണ്ട്. അത് കാരണം 250 രൂപ നമ്മളെ ജീവനുള്ള വരാല്. ഈ ചത്ത വരാല് നമ്മൾ 150 കൊടുക്കുന്നു. വാള നമ്മൾ 200 കൊടുക്കും അല്ലേ. വലിയ വാള 300 രൂപ, വലിയ വാള 300. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ കച്ചവടം കേട്ടോ. നമ്മുടെ സഹോദരൻ്റെ ചെമ്പല്ലിയുണ്ട്. 250 രൂപ അല്ല. ഈ വാള 200 രൂപ കേട്ടോ. ഇല്ല ആ തൂങ്ങിക്കിടക്കുന്നില്ല, അതും ഇല്ല ആ കിടക്കുന്ന 250 രൂപ വാള. കിലോ വരാല് 250 രൂപ. ഇത് ചത്തത് 150. ഇത് വാള മേടിച്ചു, അത് 250 രൂപ, ഇത് 200 രൂപ. 250 രൂപ ചത്തതില്ല, ചത്തത് 150 രൂപ. അത് 250 ജീവനുണ്ട്. ജീവനുള്ള വരാലുള്ളത് 250 രൂപ. ഇല്ല ആ ത്രാക്കി എത്രയില്ലേ? എത്ര വേണ്ടത്? ഞാൻ 3 എടുക്കും. അവിടെ കൊടുത്തേ അവിടുന്ന് കാശ് മേടിച്ചേ. അവിടെ വേണ്ട 250. 300 ഉണ്ട്. എന്നാ ചണ്ടി എടുത്താണ്. ചെറുതടി അവർക്ക് കൊടുത്തേ. അവർക്ക് കൊടു. ഇട്ടോ 250. ഒരാൾ 250 രൂപ. വലിയ ഒരാൾ 250 രൂപ. അതെ, വലിയ ഒരാൾ 250 രൂപ. 250. കേട്ടോ ചേച്ചി 330 രൂപ. വലിയ ഒരാൾ ഡിസ്കൗണ്ട് ഉണ്ട്, ഒരുപാട് ഡിസ്കൗണ്ട്. പോയി 200 രൂപ. 200 രൂപ. 10 രൂപ.
330 രൂപ. ഇവിടുന്ന് മേടിച്ചോ. വാള 200 രൂപ കേട്ടാ. വാള 200. അവന് അതേലും താഴെ തട്ട് തൊട്ടേ 250 രൂപ. വരാൻ 250 രൂപ. ആര് കേൾക്കാൻ നീ സമാനപ്പെടും. ഒരു 5 മിനിറ്റ് നിൽക്കി 250 രൂപ. എഴുതിയിട്ട് അവിടെ പോകും. 250 രൂപ. കോഴിക്കോടൻ വരാലേ 250 രൂപ. കോഴിക്കോടൻ അലുവ വെച്ചാൽ കോഴിക്കോടൻ വരാൻ 250 രൂപ വരാൻ. 250 രൂപ വരാൻ. 250 രൂപ വരാൻ. 250 രൂപ വരാൻ. 330 മേടിച്ചു. അവിടെ നിന്ന് 330 മേടിച്ചു. 330 മേടിച്ചു. തെച്ചി വിടുന്നു. എത്ര കിലോ? 1 കിലോ കൊടുത്തു. 1 കിലോ ചത്ത വരാൻ. അത് പോണില്ല. ഗൂഗിൾ പേ അല്ല ഫോൺ പേ. $50 രൂപ ഗൂഗിൾ പേ നമ്പർ. അവിടെ നമ്പർ എടുത്തോളൂ. പറയട്ടെ നമ്പർ പറയട്ടെ മേഡം. നമ്പർ പറയട്ടെ. 81 8 താമസം കേട്ടാ. ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് താമസം. ചേച്ചി ഇതേ പെട്ടെന്ന് പിന്നെ ഗൂഗിൾ പേ വെച്ച് നമുക്ക് പൈസ ഉണ്ടോ. ആ വാട്ടർ ആണോ ഇട്ടിരിക്കുന്നത് അറിയാൻ പറ്റില്ല. ചേച്ചി വാ ചേച്ചി വന്ന് മേടിയില്ല 1 കിലോ. കിട്ടുവരാം മാറിക്കോട്ടെ. ഇരിക്കാതെ 150 രൂപ കേട്ടോ കത്ത വരാൻ. നമ്മള് ലാഭിച്ചായിട്ട് കൊടുത്തേക്കുവാ. 150 രൂപ ഉള്ളു കൊച്ചേ. 150 രൂപ ഉള്ളു കത്ത്. ചെമ്പല് മേടിച്ചില്ലായിരുന്നു അവിടെ? ഇല്ലേ. ചെമ്പല് 100 രൂപയുടെ ചെമ്പലുണ്ട്. പെറുക്കാക്കട്ടെ. 100 രൂപയുടെ ചെമ്പല് പെറുക്കാക്കട്ടെ. പെറുക്കൊടു അണ്ണാ. അത് പെറുക്ക് കൊടുക്കണം. 50 രൂപ മേടിച്ചാൽ മതി അണ്ണാ. 50 രൂപ പെറുക്ക് കൊടുക്കണ്ട. ഇവിടുന്ന് വരാനും മേടിച്ചോ കേട്ടാ. അല്ല അപ്പുറത്ത് അലുവയും ഇപ്പുറത്ത് വരാലും മേടിച്ചോ. ഇങ്ങോട്ട് പോയോ. നമ്മളെ സഹോദരന്റെ മീനൊക്കെ തീർന്നു കേട്ടോ. അവനൊന്ന് ഒറ്റയ്ക്ക് ഉള്ളവൻ. അവനൊന്നിപ്പം തകർത്ത് വാരി. അവന്റെ തട്ടൊക്കെ കാലിയായി. ഇതാർക്ക് മാറ്റിയിട്ടിരിക്കുന്നു. ഇതാർക്ക് മാറ്റിയിട്ടിരിക്കുന്നു. അത് മറ്റേ കിഷോർ അണ്ണാ. ഇവിടുന്ന് മേടിച്ചോ. അണ്ണാ 250 രൂപ. ഇവിടുന്ന് വരാനും മേടിക്കാം. അപ്പുറം നലുവൻ മേടിക്കാം. 250 രൂപ. ഇവിടെ മേടിച്ചോ. സഹോദരാ അലുവയുടെ കാര്യം ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ മീനിന്റെ കാര്യം ഞങ്ങൾ ആ സൈഡ് വഴി പോകണേന്ന് പറയണേ. ആ സൈഡ് വഴി പോകുന്നതിന് നമ്മൾ വരാലും മേടിച്ചോളാൻ പറയണം. 250 രൂപ. ഇവിടെ മേടിച്ചോ. 250 250 1 kg 250 രൂപ. 250 കുറച്ചുകൂടി നാടൻ വരാലാ കേട്ടാ.
ജീവനുള്ള 250 രൂപ എടുക്കാനോ 1 കിലോ അണ്ണാ 1 കിലോ വരാല് 1 കിലോ കൊടുത്ത് 1 കിലോ അവർക്ക് കൊടുത്ത് 1 കിലോ അവർക്ക് കൊടുത്ത് കൊടുത്ത് ആനാ കൊടുത്ത് 1 കിലോ അല്ലല്ല കായല്ല 1 കിലോ വരാല് കൊടുത്ത അണ്ണന് 1 കിലോ വരാല് കൊടുത്ത അവിടെ വേണ്ട ഇങ്ങനെ എടുത്തോ എടുത്തോ ചേട്ടായി കൊടുത്തേ 1 കിലോ ചേട്ടായി കൊടുത്തു ശങ്കര ആ 1 കിലോ വരാല് അണ്ണന് ഇത്രക്കാണ 1 കിലോ വരാല് കൊടുത്തു സാറേ എന്നാ വേണ്ട സാറേ എന്നാ വേണ്ട 250 രൂപ ജീവനുള്ള വരാല് അടുപ്പിച്ചോ ഇങ്ങോട്ട് അടുപ്പിച്ചു വാ ഇറങ്ങി വാ കച്ചവടം കുഴപ്പമില്ല കേട്ടാ നീ വിറ്റ് പോണുണ്ടല്ലോടാ നമ്മള് വരാല് 250 കൊടുക്കുന്നുണ്ടോ വിറ്റ് പോണ കേട്ടാ നമ്മളെ പെട്ടയ്ക്ക് എല്ലാവരും 300 വിറ്റുകൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ പിന്നെ എങ്ങനെയും വിറ്റ് പോകാനായിട്ട് നമ്മൾ 250 രൂപ ആക്കി അപ്പം 250 അവിടെ കച്ചവടം നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം വള്ളത്തെ കിടക്കുന്ന വരാലും എടുത്ത് നമ്മുടെ ചേട്ടായിയുടെയൊക്കെ തട്ട് കാലിയായി അപ്പോൾ നമ്മുടെ ചേട്ടായിയുടെ തട്ടയിലേക്ക് നമുക്ക് കുറച്ച് വരാല് എടാ വരുമ്പം മേടിക്കാടാ അപ്പോൾ നമ്മൾ എന്തുവാ വള്ളത്തെ ഇച്ചിരി വരാലും എടുത്ത് നമ്മൾ നമ്മുടെ ചേട്ടായിയുടെ തട്ടയിലും കൂടെ കുറച്ച് ഇടാൻ പോവുക വരാലെടുക്കാനായിട്ട് അങ്ങോട്ട് പോവുക നമ്മളെ വള്ളത്തിൽ നിന്ന് വരാൻ എടുക്കുക കേട്ടോ നല്ലപോലെ കൂട്ടി വലിയ കാലമായതുകൊണ്ടാണ് നേരെ വീ മതി നേരെ വിടാം മതി നേരെ അല്ല 250 രൂപ കേട്ടോ വരാല് നല്ല അടിപ്പം വരാല് 250 രൂപ വരാല് സൂപ്പർ വരാല് പിടിച്ചോ 250 വരാല് 250 250 രൂപ 200 രൂപ 150 രൂപയ്ക്ക് ചക്ക വരാല് 150 രൂപ ഹായ് 150 രൂപ 250 വരാല് 150 വരാല് രണ്ട് എത്രയില്ല സഹോര ഇങ്ങോട്ടൊന്ന് നോക്കിയോ പറ എത്ര 3 കിലോ 3 കിലോ വരാട് 3 കിലോ ഇവിടെ കൊടുത്തേ ശങ്കര ഇല്ലില്ല ഞാൻ പിടിച്ചുതരാം ഇങ്ങോട്ട് അവൻ വെള്ളം എടുക്കാൻ പോയപ്പാ നീ കൊണ്ടുപോകാത്ത ധൃതിയില്ല പിന്നെ അപ്പം ധൃതി വെക്കണ്ട നാളം വരാറാ ആ ത്രാശെടുത്ത് അത് പെറുക്കാം ഇവിടുന്ന് മേടിച്ചോ എണ്ണൂറ്റമ്പത് വരാലോ നമ്മളെ ഓരം മേടിച്ച കേട്ടാ അവിടെ കൊടുത്ത 1 കിലോ വലിയ വരാലില്ല അവിടെ കൊടുത്തേ 1 കിലോ വലിയ വരാല് അവിടെ കൊടുത്തേ അണ്ണന് കൊടു കേട്ടാ അണ്ണൻ നമ്മള് വള്ളം ഓടി ഇങ്ങോട്ട് വന്നപ്പോ വരാനുണ്ടോന്ന് നമ്മളൊക്കെ ചോദിച്ചത് അപ്പൊ ഇല്ലായിരുന്നു ആ അവനില്ലേ ലക്ഷ്മിയുടെ കടയിലേക്ക്
അത് ലാസ്റ്റിൽ അവർ അടിക്കണം. ഇത് ഊരിട്ടൊരു അടി. ഇനി പഠിച്ചേ ഇന്ന് ഇല്ല അതിനാ ഇല്ല അവത്തെ ചെമ്പല്ലി ഇല്ല ആ ചെമ്പല്ലിയുടെ പെറുക്കല്ല ഇല്ല ആ ചെമ്പല്ലിയുടെ പെറുക്കോടി ചെമ്പല്ലിയുടെ പെറുക്കിട്ട് അതോടെ പെറുക്കിട്ട് കൊറ ഇവിടെ അണ്ണന് 1 കിലോയുടെ കുറ അവിടെ കൊടു അത് 300 ഗ്രാം കൂടുതലാ. 50 രൂപ അപ്പം ചോദിച്ചുള്ളൂ. അതിന് 300 രൂപ കൊടുക്കും. അപ്പോൾ ഇല്ല കറക്റ്റ് വാവച്ചെണ്ണ നമ്മൾ ചത്ത കൊടുത്തേ കേട്ടോ. അപ്പം 150 രൂപ പ്രകാരം കൊടുക്കണം വേണ്ട. 150 രൂപ പ്രകാരം നമ്മൾ ചത്ത കൊടുത്തു. ഞാനേ പണ്ട് ആ കരുന്ന കടിച്ച കേസ് കെട്ട് പറഞ്ഞില്ല, അത് ഈ എണ്ണനായിരുന്നു കരുന്ന കടിച്ച കേട്ടോ. കരുന്ന വാവച്ചു അണ്ണൻ പുക വിടുവാണോ? അങ്ങനെ ഇട്ടാ ലോഡാകത്തില്ല. അങ്ങനെ ഇട്ടാ ഇത് കാണിക്കത്തില്ല കേട്ടാ. നിങ്ങള് അങ്ങനെ ഇടല്ലേ. ഇനി ഇട്ടേ 200 കൊടുത്തു നമ്മളെ വാവച്ചാണ്. 200 കൊടുത്തു. 300 അതാ 300 രൂപ വരും. നമ്മൾ ആ ചത്ത നമ്മളെ വാവച്ചെണ്ണം കൊണ്ടുപോയി കേട്ടോ. 200 2 കാക്കിലോ ഉണ്ട്. നമ്മൾ 2 കിലോയുടെ കാറ്റേ മേടിച്ചുള്ളൂ. 300 രൂപ മേടിക്കുന്നുള്ളൂ. 300 രൂപ മേടിക്കുന്നുള്ളൂ. നമ്മുടെ സമയം ഇരുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ മീൻ ഇത്രയും കൂടെ ഇത്രയും വരാറുകൾ നമുക്ക് 2 വാളയും ഓക്കെ ഒരു ചാടി പോവാ കേട്ടോ. നമ്മുടെ വരാല് ചാടി പോവാ. 250 കവറ് മൊത്തം ഉളുമ്പാ മീൻ കൊടുക്കുന്നതല്ലേ. 1 കവറാ. ആ 1 കവർ വേണേ തരാം. ബാ ഇവിടുന്ന് മേടിച്ചോ 250 രൂപ 250. അല്ല അവൻ എടാ ഇല്ല അതെ ആധാറ ആ മഞ്ഞ പോരാ മഞ്ഞ. ആ മതി എടുത്തു. 250 അണ്ണാ 200 രൂപയ്ക്കും വരാനുണ്ട് ഇവിടെ കേട്ടാ. ഇവിടെ 200 രൂപയ്ക്കും ഉണ്ട്. 250 200 രൂപ വരാൻ 250 രൂപ വരാൻ 250 നമ്മുടെ തട്ടേ വന്നേ ഇവിടുന്ന് മീൻ മേടിച്ച് അപ്പുറം കോഴിക്കോടൻ അലുവയും കൂടെ നമുക്ക് മേടിക്കാം കേട്ടോ. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുക. കോഴിക്കോടൻ അലുവയും വരാല് കറിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കോഴിക്കോടൻ അലുവ നമ്മൾ നേരെ വാങ്ങി കിടക്കുക. അല്ല 250 രൂപ അങ്ങനെ വേണ്ട. അണ്ണൻ നമ്മളെ കട്ടിയല്ല കേട്ടോ. ഇവിടെ മേടിച്ചു അണ്ണാ. ഇവിടുന്ന് മേടിച്ചു അണ്ണാ. ഇവിടുന്ന് മേടിച്ചു 250 രൂപ വരാൽ 250 അണ്ണന് പറയുന്ന വരാൻ എടുത്തു കൊടുക്കും കേട്ടോ. പറയുന്ന വരാൻ എടുത്തു കൊടുത്തേ. അണ്ണാ ഇവിടുന്ന് മേടിച്ചോ കേട്ടോ. അണ്ണാ 250 രൂപ വരാല് 250 രൂപ.
ആണെങ്കിൽ ഒരു വരാൽ കുറച്ചേക്കും തൂക്ക്. 2.5 ഉണ്ട്. 2.5 കിലോ ഉണ്ട്. വലിയ വരാലോ. 2.5 കിലോ വരാൽ. അതാ ഇവിടെ മേടിച്ചോ കേട്ടോ. 250 ഉള്ള വരാൽ 250. ഇഷ്ടമുള്ളവരാണ് നോക്കിയെടുത്ത്. വേറെ 250 രൂപ ഉള്ള വരാൽ. 200 രൂപ കിലോ. 250 രൂപ. ഇഷ്ടമുള്ളവരാണ് നേരെ പറയുന്ന വരാലെടുത്തോ. 250 രൂപ ഉള്ളു വരാൽ. 250 രൂപ. ചേർന്ന് മേടിച്ച 200 രൂപ ഉള്ളു. വാളയുണ്ട്. വാളയുണ്ട്. അതോ വേണോ? തൂക്കട്ടെ. 200 രൂപ ഉള്ളു കിലോ. എടുക്കട്ടെ. നമ്മളെ സഹോദരനാട്ടോ വിനോദ്. എടുക്കട്ടെ അണ്ണാ. എടുക്കണ്ണാ. അവിടെ അത് പെട്ടെന്ന് പോയിക്കാണ്ട് ഇവിടെ 1 കിലോ കൊടുത്തേ. അവിടെ കൊടുത്തേ. ഇവിടെ 1 കിലോ കൊടുത്തേ. ഇവിടെ കൊടുത്തേ. ഒന്നും ചോദിച്ചോടാ. അണ്ണാ നോക്കണ്ട. അണ്ണാ 1 കിലോ 50 200 ആക്കും. ഇത് 200 സംഭവം കൂടെ പഠിച്ചു. അവിടെ കൊടുത്ത്. അപ്പ എന്നാപ്പാ 250 രൂപ ഉള്ളു കേട്ടാ. 250 ഉണ്ട്. 250. 250 രൂപ ഉള്ളു. 200 ദേ കിടക്കുന്നു. 200 ദേ കിടക്കുന്നു. 200 പറഞ്ഞതാണ് ദേ കിടപ്പുണ്ട്. പോരാ. 2 കിലോ ആണ്. ഇവിടെ 2 കിലോ കൊടുത്തേ. ഇവിടെ ചേട്ടായിക്ക് ഒരു 2 കിലോ വലുത് വലിയ വര നോക്കി 2 കിലോ. എല്ലാവരും 300 തീർക്കാം. ഒരു 300. ചങ്ങര പെറുക്കിയോ? 2 കിലോ പെറുക്കിയോ? 300. അത്രയുടെ 2 നമ്മളെ അതുപോലെ 1 കിലോ വരാലൊക്കെ മേടിച്ചിട്ടുണ്ടാവണം കേട്ടോ. അതേ നമ്മുടെ അണ്ണൻ ചേട്ടായി 2 കിലോ. അപ്പം ചേട്ടായിക്ക് വേണ്ടി അപ്പം 2 കിലോ എടുക്കണം കേട്ടോ. 300 രൂപ. ഓക്കെ. അയ്യോ അതേ പോയി. എടുത്തേ കൊടുത്തേ. ഇനി വന്നേ. ഇവിടെ 200 രൂപ ഉണ്ട് വരാൽ കേട്ടോ. ഇവിടെ 200 രൂപ ഉള്ള വരാൽ. 200 രൂപ ഉള്ള വരാൽ. 200 രൂപ ഉള്ള വരാൽ. 200 രൂപ ഉള്ള വരാൽ. കൊടുത്തേ. അണ്ണന് കൊടുത്തേ. 200 250. 250. കൊടുത്തു. അണ്ണന് കൊടുത്തു. 200. ഇതും വാളയാണ് 200. മുരളിച്ചേട്ടാ ഇങ്ങോട്ട്. വിളി അങ്ങനെ മുരളിച്ചേട്ടൻ ആരാളിക്ക് എന്നാലല്ലോ ആൾക്കാർ പറയണ്ടേ. വിളി നമ്മളെ മുരളിച്ചേട്ടനൊക്കെ നമുക്ക് വിളിച്ച് സഹായിക്കുന്നുണ്ട് കേട്ടോ.
വാ 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 അണ്ണാ ഇവിടുന്ന് മേടിച്ചോ അണ്ണാ ഇവിടുന്ന് മേടിച്ചോ അണ്ണാ അണ്ണാ ഇവിടുന്ന് മേടിച്ചോ നമ്മുടെ മുരളിച്ചേട്ടൻ നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുക കേട്ടോ. മുരളിച്ചേട്ടൻ വിളിക്കുന്നുണ്ട്. 250 നാടൻ വരാൽ വായോ 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 അണ്ണാ 250 ആ വായോ 250 ഇങ്ങോട്ട് വായോ ആ വായോ 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 250 നാടൻ വരാൽ അല്ലാതെ വാള 200, ഈ തൂങ്ങി കിടക്കുന്ന 200, ബാക്കി ജീവനുള്ള വരാല് ആവുത്തേന്ന് വേണമെങ്കിലും വൃത്തേന്ന് വേണമെങ്കിലും എടുക്കാം. 250 രൂപ. 250 അല്ല ഇതിപ്പോ തീരുന്നെന്ന് വെച്ചാൽ വന്ന് മേടിക്കുന്ന തീരും. ആ പോയിട്ടോ 250. അല്ല ഇവിടെ മേടിച്ചോ കേട്ടോ 250. അവിടെ കൊടുത്തേ അവിടെ എന്നാ വേണ്ടേ? അപ്പാപ്പിയുടെ സ്വരം പോയെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരു വല്ലായ്മ തോന്നി കേട്ടോ. അണ്ണാ എന്നാണ് വേണ്ട? അണ്ണാ വരാല് 250. നിങ്ങൾ പറയുന്ന സാധനം പിടിച്ചു തരും. ഏത് വരാല് വേണം? 1 കിലോ 250 രൂപ. 1 കിലോ 250 രൂപ. വരാല് കൊടുത്തേ 250. 250 രൂപ. അല്ല ഇത് 200 രൂപ അല്ല കേട്ടാ. 200 രൂപ ഉള്ളു. നിങ്ങൾ പറയുന്ന ഒരാൾ പിടിച്ചു തരും. വില അതൊക്കെ തന്നെ. നിങ്ങൾ പറയുന്ന ഒരാൾ എടുത്തു തരും. അണ്ണാ നിങ്ങൾ പറയുന്ന ഒരാൾ എടുത്തു തരും.
നമ്മുടെ തകോറിനാ കേട്ടോ. നമ്മുടെ വാളയവൻ അവര് പറയുന്ന വരാൻ എടുത്ത് കൊടുക്കുക കേട്ടോ. അവര് പറയുന്ന വരാൻ എടുത്ത് കൊടുക്ക. അവര് പറയുന്ന വരാൻ എടുത്ത് കൊടുക്ക. അവര് പറയുന്ന ഇങ്ങോട്ട് വന്ന 250 ഒരു കിലോ എടുക്കാം. നോക്കൂ ഒരു കിലോ എടുക്കാനാ. എന്നാണോ ആണോ അതാ എന്നാ വേണോ അണ്ണാ അണ്ണാ എന്നാ എടുക്കാൻ അണ്ണം പറയുന്ന വരാൻ എടുത്തു തരും. 250 രൂപ 250 രൂപ ചീപ്പ് റേറ്റ് 250 രൂപ. ഇരുട്ട് വീഴുന്നത് അല്ല വന്നില്ല. ചെറുതൊക്കെ എടുത്തിട്ടുണ്ട്. മഞ്ഞ മഞ്ഞയുണ്ട്. 1 കിലോ മേടിക്കുന്നവർക്ക് മഞ്ഞ കുറവാ. വലിയ കൂടുതൽ മേടിക്കുന്നത് ഇപ്പൊ ഔട്ടേക്കോട്ടെ ഇപ്പൊ എടുത്താ എടുക്കടാ. നാടൻ 250 ഓ നാളെ 250 നാടൻ വരാൽ അതും ആർക്കും മേടിക്കാം. ആടുക്കും മേടിക്കാം, വെള്ളക്കും മേടിക്കാം. വാ കയറി വരൂ. ആ നാടൻ വരാൽ ആ രൂപ മേടി 250 ജീവനുള്ളൂ. ഇവിടുന്ന് വേണമെങ്കിൽ അപ്പുറത്തുനിന്ന് വേണമെങ്കിലും എടുത്തു. 200 രൂപ 200 രൂപ. പരിപാടി ഇവിടുന്ന് മേടിച്ചോ. ഇരുട്ട് വീട് നമ്മളെ 250 അറിയാം. 300 വിറ്റോണ്ടോ പെട്ടെന്ന് 250 വേണ്ടത്. ഇതിലും മീൻ വിൽക്കുന്നത് അവരുടെ പരാലും അവരും മീൻ അടിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നു. നമ്മുടെ വരാലും അവരുടെ വരാലും ഇപ്പം തീരാണ്ട്. ഇപ്പൊ ഏകദേശം ഇപ്പൊ ഒരു രാത്രിയായി വരുന്ന കേട്ടോ. ഇരുട്ട് വീണു. കളഞ്ഞോളാ അതിന് വയ്യാത്തയാളെ കാണാം. അതെ ഒരു വയ്യാത്ത വരല്ലേ അത് കളയാം. അപ്പം അപ്പാപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവനെ ബൈ. ഇരുട്ട് വീണുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ അച്ചാറിടുന്നതിനെക്കാട്ടി മുന്നേ ഒന്ന് ഇങ്ങോട്ട് അവിടേക്ക് നമ്മളുമായിട്ട് ഒരുപാട് വിളിച്ചു പോയി കേട്ടോ. ഒരുപാട് സഹായിച്ച നമ്മളെ മുരളിച്ചേട്ടൻ എല്ലാവരും ഒരു ഹായ് ഒക്കെ അടിച്ചേക്കണം കേട്ടോ. ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അണ്ണാ മേടിച്ചോണ്ട അണ്ണാ 200 രൂപ ഉള്ളത്. 250. അണ്ണൻ പറയുന്ന വരാൻ എടുത്തു തരും. നാടൻ വരാൻ അണ്ണൻ പറയുന്നു. അണ്ണാ 250. അണ്ണൻ പറയുന്ന വരാൻ എടുത്തു തരും. 250 രൂപ. 200
നാടൻ ആ നാടൻ വരാൻ അത്തരവാ അണ്ണാ 250 രൂപ. 250 രൂപ നാടൻ വരാൻ അതെ. ഇതാണെങ്കിൽ 200 രൂപ. അല്ല ഞങ്ങളെ കണ്ടില്ല. ഇത് വായിക്കരുത് ബ്ലോഗ് ചെയ്യുന്നത് ഞങ്ങളൊന്നും കള്ളത്തരം കാണിക്കുന്ന കൂട്ടത്തിലല്ല. നമ്മുടെ ഈ വരാനൊക്കെ എവിടെ നിന്ന് പിടിച്ചാൽ നിങ്ങൾ അടുത്ത വീഡിയോ കണ്ടോണ്ടിരിക്കുക. എത്ര വേണം? 2 കിലോ 250 രൂപ. 500 രൂപ. 2 കിലോ കേട്ടോ. 1 കിലോ മതിയോ? 200 രൂപ. അല്ല അതിൻ്റെ അല്ല നമ്മുടെ അണ്ണ ഇല്ലേ ആ കട ഉണ്ടോ? ആ കട ഉണ്ടോ? 450 രൂപ 400 രൂപയ്ക്ക് അവിടെ വയ്ക്കുന്നത്. ഞങ്ങൾ പിടിച്ച് നേരിട്ട് വയ്ക്കുന്നതാണ്. കള്ളത്തരമില്ല. അതായത് ഞാൻ ബ്ലോഗ് ചെയ്യുന്നേ നമ്മൾ കള്ളത്തരം പറയുന്ന കൂട്ടത്തിലല്ല. ഇല്ല ആ വിലക്ക് നമുക്ക് തരാൻ പറ്റത്തില്ല. 250 രൂപ കുറച്ച് എങ്ങനെ വരുന്നുണ്ട്? അത് നാടൻ വരാൻ അന്നെന്താ ഇതെടുത്തോ 200 രൂപ ഞാൻ തരാം. 2 കിലോ തൂക്കും. 2 കിലോ തൂക്കും. ആരോട് ഈ രഹസ്യം പറയല്ലേ കേട്ടോ. ആരും അറിയരുത്. 225 രൂപയ്ക്ക് ചേട്ടായി കൊടുക്കും കേട്ടോ. ആരോടും ചേട്ടായിട്ട് ആരോടും അല്ല ചേട്ടായിട്ട് ആരോടും പറയല്ല. ഇത് ആരും അറിയില്ല. ഇത് നമ്മൾ തമ്മിലുള്ള രഹസ്യമാണ്. നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള രഹസ്യമാണ്. അല്ല ഇവിടെ നിന്ന് എടുത്തു കേട്ടോ.